ഡെറാഡൂണിലെത്തിയിട്ട് ഫസ്റ്റ് ഡേ തന്നെ നമ്മളൊന്ന് കറങ്ങാൻ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇതാണ് കേട്ടോ നമ്മൾ താമസിച്ച റൂം. അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് ഇറങ്ങാമെന്ന് വിചാരിച്ചത്. ബ്രേക്ക്ഫാസ്റ്റിന് ഉടുപ്പി ഹോട്ടലിലെ ഫുഡായിരുന്നു നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. വടയും പിന്നെ ഇഡ്ഡലിയായിരുന്നു. അങ്ങനെ കോംബോ ആയിട്ട് ഓർഡർ ചെയ്തു. നല്ല ടേസ്റ്റാണ് കേട്ടോ അവരുടെ ആ വടയും ഇഡ്ഡലിയൊക്കെ കഴിക്കാൻ. സൗത്ത് ഇന്ത്യൻ ഫുഡ് ഡെറാഡൂണിൽ ഭയങ്കര കുറവായിട്ടാണ് കേട്ടോ കിട്ടുക. നമ്മളെ ശ്രീനഗറിൽ ഒട്ടും കിട്ടില്ല. പക്ഷേ ഡെറാഡൂണിൽ ഇങ്ങനെ 1-2 ഷോപ്പുണ്ട്. നമ്മൾ നേരെ പിന്നെ വിട്ടത് ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് FRI കാണാനാണ് കേട്ടോ. ഒരുപാട് ഹിന്ദി ഫിലിംസിലൊക്കെ ഈ ഒരു സംഭവം കണ്ടിട്ടുണ്ടെങ്കിലും നേരിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ കണ്ടത്. ഏക്കർ കണക്കെ നീണ്ടു കിടക്കുകയാണ് കേട്ടോ അത്. അടിപൊളിയാണ് കാണാൻ. ഫിലിമിലൊക്കെ കാണുന്നതിനേക്കാളും ഭയങ്കര അടിപൊളിയാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. 9 മണി മുതൽ 5:30 മണി വരെ ആട്ടോ ഇതിനുള്ളിൽ പ്രവേശനം. 5:30 മണിയൊക്കെ ആകുമ്പോഴത്തേക്കിനും അവർ നമ്മളെ ഓടിക്കും അവിടുന്ന്. അപ്പം അത്ര ടൈമിൻ്റെ ഉള്ളിൽ വരുമ്പോൾ മാത്രമാണ് ഇതിനുള്ളിൽ കിടക്കാനായിട്ട് പറ്റുക, കാണാനായിട്ട് പറ്റുക. ഇതിൻ്റെ ഉള്ളിൽ മ്യൂസിയം ഉണ്ട് കേട്ടോ കാണാനായിട്ട്. അത് അടിപൊളിയായിരുന്നു. അങ്ങനെ ഓരോരോ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓരോ സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ മ്യൂസിയം ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ കുറേ പേരുണ്ടായിരുന്നു കേട്ടോ അവിടെ. നാഷണൽ ഗെയിംസ് നടക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് പേര് അവിടെ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതിൻ്റെ കൾച്ചറൽ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് കേട്ടോ ഈ കുട്ടികൾ. അങ്ങനെ ഡെറാഡൂണിൽ മൊത്തത്തിൽ ഭയങ്കര തിരക്കാണ് ഇപ്പം. എല്ലാ സ്ഥലത്തും എല്ലാ ടൂറിസ്റ്റ് പ്ലേസിലും തിരക്ക് തന്നെയായിരുന്നു ഒരു നാഷണൽ ഗെയിം നടക്കുന്നതുകൊണ്ട്. സ്റ്റുഡൻറ്റ് ഓഫ് ഇയറും പിന്നെ കൃഷ്ണ കോട്ടേജും രഹ്നാ ഹേ തേരാ ദിൽമേൻ അങ്ങനെയുള്ള കുറേ മൂവീസ് ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി സ്ഥലമാണ്. നമുക്ക് അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനായിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അങ്ങനത്തെ സ്ഥലമാണ്. ഭയങ്കരമായിട്ടുള്ള പ്ലേസ് ഉണ്ട് കേട്ടോ. അങ്ങനെ നീന്ത് പരന്ന് അങ്ങനെ കിടക്കുകയാണ്. ഈ സ്ഥലത്ത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര എന്തൊക്കെയോ ഒരു പ്രത്യേകതകളുള്ള പോലെ. നമ്മൾ ഫിലിംസിനൊക്കെ കണ്ടിട്ടുള്ളത് കൊണ്ടാണോ അറിയില്ല. അപ്പോൾ ഇങ്ങനെ നല്ല രസമായിട്ട് ഇങ്ങനെ കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്യാൻ തോന്നി കേട്ടോ. അങ്ങനെ ഇതെല്ലാം കണ്ട് നമ്മൾ ഭയങ്കരമായിട്ട് വിശന്നു കേട്ടോ. അതിൻ്റെ അടുത്ത് അങ്ങനെ വലിയ ഹോട്ടലോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഗൂഗിളിൽ ഇട്ടിട്ട് ഒരു സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് തന്നെ കണ്ടുപിടിച്ചിട്ട് അങ്ങോട്ടേക്കാണ് കേട്ടോ ഇപ്പോൾ പോകുന്നത്. അല്ലെങ്കിൽ നമ്മൾ മലയാളികൾ എവിടെ പോയാലും സൗത്ത് ഇന്ത്യൻ തന്നെ തേടി നടക്കല്ലോ. പിന്നെ നമ്മൾ ഓൾറെഡി നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് തന്നെ ഒരുപാട് നോർത്ത് ഇന്ത്യൻ ഫുഡൊക്കെ കഴിച്ച് മടുത്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചൂസ് ചെയ്തത് ഒരു സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ സമ്പൂർണ്ണ എന്ന് പറഞ്ഞിട്ടൊരു സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചു. അടിപൊളിയായിരുന്നു. നല്ലൊരു കുഴപ്പമില്ലാത്ത റെസ്റ്റോറൻറ്റ്, കുഴപ്പമില്ലാത്ത ആൾക്കാരൊക്കെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവിടെയുള്ള ആൾ ഒരു ചെന്നൈയിലായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ചെന്നൈ ഫുഡല്ല, ഒരു ആന്ധ്ര ചെന്നൈ മിക്സ് ചെയ്തിട്ടുള്ള ഫുഡായിരുന്നു കേട്ടോ അവിടെ നിന്ന് കിട്ടിയത്. ഞാനൊരു നോൺ വെജ് ഊണായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് കുറച്ച് ഐറ്റംസൊക്കെ നോൺ വെജ് ഐറ്റംസും കൂടിയൊക്കെ വന്നിട്ടുള്ള ഒരു ഊണായിരുന്നു പറഞ്ഞത്. അത് അവർ ഇലയിട്ടിട്ടാട്ടോ തന്നത്. തമിഴ്നാടുകളിൽ നമ്മൾ ഹോട്ടലിൽ പോയാലും അവരിങ്ങനെ ഇലയിട്ടിട്ടാണ് ഫുഡെല്ലാം വിളമ്പുക. കുറേ കറികളുണ്ടായിരുന്നു, ഒരുപാട് കറികളുണ്ടായിരുന്നു. പിന്നെ ഏട്ടൻ ഒരു ഡിണ്ടിഗൽ ബിരിയാണിയും കൂടിയായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായത്. ഇതിലെന്തൊക്കെയോ റൈസ് വരുന്നുണ്ടായിരുന്നു, സാമ്പാർ വരുന്നുണ്ടായിരുന്നു, പിന്നെ ചിക്കൻ രസം ഉണ്ടായിട്ടുണ്ടായിരുന്നു, പിന്നെ പുളിസാദം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ ഐറ്റം, ചിക്കൻ പൊരിച്ചതുണ്ടായിരുന്നു, പിന്നെ കീമ ഫ്രൈ ഉണ്ടായിരുന്നു, മട്ടൻ ഉണ്ടായിരുന്നു, അങ്ങനെ ഒരുപാട്. പിന്നെ എന്തൊരു സ്വീറ്റും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇത്ര ഐറ്റംസ് ഒന്നും ഞാൻ കഴിക്കില്ല കേട്ടോ. പക്ഷേ റൈസിൻ്റെ ക്വാണ്ടിറ്റി കുറവായിരുന്നു. പിന്നെ ഒരു ചപ്പാത്തി ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ കൂടെ. കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ പുറത്തുനിന്ന് ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ തന്നെ അങ്ങനെ വരുമ്പോൾ എനിക്ക് പുറത്തുനിന്ന് വേറൊരു ടേസ്റ്റിൽ ഫുഡ് കഴിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ.
പിന്നെ ഇതാണ് ഡിണ്ടിഗൽ ബിരിയാണി. ഇത് വലിയ ടേസ്റ്റ് ഇല്ലായിരുന്നു, എന്തൊക്കെയോ പച്ചില അരച്ച് ചേർത്ത പോലെ എനിക്ക് തോന്നിയത്. വലിയൊരു ടേസ്റ്റ് ഇല്ലായിരുന്നു. പക്ഷേ ആ ഒരു സദ്യ പോലത്തെ ആ സംഭവം കൊള്ളായിരുന്നു കേട്ടോ. അങ്ങനെ ഇതൊക്കെ കഴിച്ച് നമ്മൾ നേരെ ഹോട്ടലിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് കുറച്ചൊന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെയുള്ള ഒരു മാളിലൊക്കെ പോയിട്ട് ജസ്റ്റ് ഒന്ന് കറങ്ങി വന്നു. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഒന്ന് കറങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ മൊത്തം ഇൻ്റർവെയർസും കാര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ, ബാഗിൻ്റെ കളക്ഷൻസ്. അപ്പോൾ അതെല്ലാം ഒന്ന് നോക്കി, കുട്ടികളുടെ ടോയ് കളക്ഷൻസൊക്കെ ഒന്ന് നോക്കി. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്കല്ല, നമ്മൾ ഹോട്ടലിലേക്ക് തിരിച്ചു പോകാം കേട്ടോ ചെയ്തത്. അങ്ങനെ അവിടെ നിന്നൊരു താലിയൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു. ഇത് സാധാരണ റൊട്ടിയും പിന്നെ റൈസും മിക്സഡ് വെജൊക്കെ വരുന്നൊരു താലി, പിന്നെ ഒരു വെജിറ്റബിൾ റൈസൊക്കെ ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ കഴിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങി.